ഷാർജയിലെ മലയാളി യുവതി അതുല്യയുടെ മരണത്തിൽ ഇടപെട്ട് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ്. ഭർത്താവ് സതീഷിനെ കോൺസുലേറ്റിലേക്ക് വിളിപ്പിച്ചു. അതേസമയം ഭർത്താവ് സതീഷിനെ ദുബായിലെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ഇത് സംബന്ധിച്ച് രേഖാമൂലം കത്ത് നൽകി ജമാൽ ചേരുകയാണ്. ജമാൽ, ഇയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു. കോൺസുലേറ്റ് അവിടേക്ക് വിളിച്ചു വരുത്തി. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഏറ്റവും പുതുതായി സതീഷിനെതിരെ നിയമ നടപടികൾ ശക്തമാക്കാനുള്ള ശ്രമങ്ങൾ അതിലൂടെ ബന്ധുക്കൾ നടത്തി കഴിഞ്ഞു. അതിന്റെ ഭാഗമായി ഷാർജ ഇന്ത്യൻ അസോസിയേഷനിലെത്തി അതിലൂടെ ബന്ധുക്കൾ അസോസിയേഷൻ ഭാരവാഹികളെ കാണുകയും ചർച്ച നടത്തുകയും ചെയ്തു. ഇതിനുശേഷം ഇനി ഈ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ സഹായത്തോടു കൂടി പോലീസിൽ പരാതി നൽകാനുള്ള ഒരുക്കങ്ങളിലാണ് ഉള്ളത്. സതീഷിനെ ഇന്ത്യൻ കോൺസുലേറ്റ് വിളിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് പക്ഷേ അതിലൂടെ മൃതദേഹം വിട്ടുകൊടുക്കുന്നതിനുള്ള അല്ലെങ്കിൽ നാട്ടിലേക്ക് എത്തിക്കുന്നതിനുള്ള മറ്റ് നടപടികൾക്ക് വേണ്ടിയാണ് എന്നാണ് അറിയുന്നത്. കാരണം അതുല്യ ഹസ്ബൻഡ് വിസയിലാണ് ഉള്ളത്. അപ്പോൾ തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾക്ക് സതീഷിന്റെ സഹായം കൂടിയേ തീരൂ. ഏതായാലും നിയമ നടപടികൾ ശക്തമാക്കി ഇന്ന് തന്നെ പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് അതുല്യയുടെ ബന്ധുക്കൾ. സതീഷിനെ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്ന് തിരിച്ചു വിട്ടിട്ടുണ്ട്. ദുബായിലെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ് സതീഷ് ജോലി ചെയ്തിരുന്നത്. ഈ പെരുമാറ്റ ദൂഷ്യവും ഇപ്പോഴുണ്ടായ വിവാദവും കണക്കിലെടുത്താണ് സതീഷിനെ ജോലിയിൽ നിന്ന് തിരിച്ചു വിട്ടിരിക്കുന്നത്. അതിലൂടെ മൃതദേഹം ഇന്ന് തന്നെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പോസ്റ്റ്മോർട്ടവും മറ്റ് നടപടികളുമൊക്കെ പൂർത്തിയാക്കി ഇന്ന് വൈകിട്ടോടു കൂടി തന്നെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. അത്തരത്തിലുള്ള നടപടികളാണ് ഇപ്പോൾ ഷാർജയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺസുലേറ്റിന്റെ സഹായത്തോടു കൂടി അതേസമയം പരാതി നൽകാനുള്ള ശ്രമങ്ങളും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ജമാലാണ് വിശദാംശങ്ങൾ നൽകിയത്.